ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ല ഫ്ലഫിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ബ്രെഡിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ഷോപ്പുകളിൽ നിന്ന് വാങ്ങാതെ ഇതേപോലെ വീട്ടിൽ തന്നെ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് എങ്ങനെയെന്ന് നോക്കാം. ബ്രെഡ് ഉണ്ടാക്കാൻ എലൈറ്റിൻ്റെ മൈദയാണ് നല്ലത്. 1 ടീസ്പൂൺ സോൾട്ട് ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ആക്കണം. 150 ഗ്രാം മെഷർ കപ്പിന് 3 കപ്പ് ആണ് എടുത്തത്. ടോട്ടൽ 450 ഗ്രാം അളവിൽ 1 കപ്പ് ഇളം ചൂടുള്ള മിൽക്ക് എടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്തിട്ട് അതൊന്ന് മിക്സ് ആക്കണം. 150 ഗ്രാം മെഷർ കപ്പിലാണ് മിൽക്ക് എടുത്തത്. ഇനി നമുക്കത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ അത് 10 മിനിറ്റ് ആയി. ഇനി നമുക്ക് അതിലോട്ട് ഒരു എഗ്ഗ് ഒഴിക്കാം. എഗ്ഗ് ഒഴിച്ചതിന് ശേഷം അതും ഇതുപോലെ വിസ്ക് വെച്ച് നല്ല ഒന്ന് മിക്സാക്കി എടുക്കണം. അതിലേക്ക് 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും ചേർത്ത് ഒന്ന് നല്ല മെൽറ്റാക്കിയ ബട്ടറാണ് നല്ലത്. എന്നിട്ട് അതും ഇട്ടതിന് ശേഷം 2-3 ബാച്ചായിട്ട് പൊടിയിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കണം. നമ്മൾ ഒരുമിച്ച് ഒരിക്കലും ഇങ്ങനെ പൊടിയിട്ടിട്ട് മിക്സാക്കിയാൽ നമുക്കതിൻ്റെ അളവ് കറക്റ്റ് അറിയാൻ കഴിയില്ല. ഇങ്ങനെ ആകുമ്പോൾ അത് കൂടുതൽ ലൂസാവാതെയും അതുപോലെ തന്നെ കൂടുതൽ ഇങ്ങനെ തിക്കാവാതെയും നമുക്ക് കിട്ടുന്നതാണ്. ഇതേ രീതിയിൽ മിക്സാക്കി കഴിഞ്ഞാൽ. ഇപ്പോൾ അത് ചെറുതായിട്ട് ലൂസായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി ബാലൻസ് വെച്ചിരിക്കുന്ന ആ പൊടി കൂടെ അതിലോട്ട് ചേർത്തിട്ട് ഇപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് അത് മിക്സാക്കി എടുക്കേണ്ടത്. നമുക്ക് കൗണ്ടർ ടോപ്പിൽ അല്പം പൊടി തൂകിയതിന് ശേഷം ഒന്ന് 7-8 മിനിറ്റ് നീഡ് ചെയ്തെടുക്കണം. ഇതേപോലെ നല്ല സ്മൂത്തായി വരികയുള്ളൂ. സ്ലാപ്പ് ആൻഡ് ഫോൾഡ് മെത്തേഡാണ്. ഇങ്ങനെ ചെയ്താൽ വളരെ എളുപ്പമാണ് ഇത് നീഡ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ 7-8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒരു ബൗളിലോട്ട് വയ്ക്കാം. നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. എന്നിട്ട് ക്ലിംഗ് ഫിലിം കൊണ്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ടവൽ കൊണ്ടൊന്ന് മൂടി വയ്ക്കേണ്ടതാണ്. ഒരു 3/4 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇപ്പോൾ 3/4 മണിക്കൂർ ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ മനസ്സിലാകും, കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. ഇതേപോലെ അടുത്ത് നമുക്ക് ബ്രെഡ് ബേക്ക് ചെയ്യുന്ന ടിന്നൊന്ന് അല്പം ഓയിൽ ഒഴിച്ച് ബ്രഷ് ചെയ്ത് എടുക്കണം. ബ്രെഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് വിട്ട് വരാൻ എളുപ്പമാകും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. അടുത്ത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ അത് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കതിന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഈക്വലായിട്ട് 5 ഭാഗമാക്കി എടുക്കണം. എന്നിട്ട് ഓരോന്ന് നമുക്ക് ഉരുളകളാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ എന്നിട്ട് വളരെ ലൈറ്റായിട്ട് ഒന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് ഒരു സൈഡ് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം അതുപോലെ അടുത്ത സൈഡും എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. ഇതേ രീതിയിൽ എന്നിട്ടത് വിട്ടു പോകാതെ ഇരിക്കാൻ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കണം. നമുക്കതിന് ടിന്നിലോട്ട് വയ്ക്കാം. അതുപോലെ ഇനി രണ്ടാമത്തതും എടുത്ത് ഇതേ രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ ഓവൽ ഷേപ്പിൽ ആദ്യം പരത്തിയതിന് ശേഷം കുറച്ച് തിന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. എന്നിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തേത് അതേ രീതിയിൽ ഇതേപോലെ റോൾ ചെയ്ത് എടുക്കണം. ഈ ബ്രെഡ് ഉണ്ടാക്കി 3-4 ദിവസമൊക്കെ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നാലും ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ബ്രെഡാണെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ അത് വല്ലാതെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകാറുണ്ട്. ഇത് അങ്ങനെ വരുന്നതല്ല. ഇത് 10 ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് പിന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ബേക്കിംഗ് ഡിഷസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേറൊരു ടൈപ്പിലുള്ള ബ്രെഡ്, അതുപോലെ തന്നെ കേക്ക്, ഡെൽകുഷ്, നാൻ കട്ട, പിസ്സ, വെജ് റോള്, ഇതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് ലാസ്റ്റിലുള്ളതും അതേ രീതിയിൽ ഇങ്ങനെ തിന്നായി പരത്തിയതിന് ശേഷം 2 സൈഡും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒന്നിങ്ങനെ മടക്കി റോൾ ചെയ്ത് എടുക്കണം. അപ്പോൾ അതേ ഷേപ്പിൽ നമുക്ക് ബ്രെഡ് കിട്ടുന്നതാണ്. നമുക്കിനി ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഒരു ടവൽ കൊണ്ടൊന്ന് കവർ ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ അത് അരമണിക്കൂറായി നല്ല പൊങ്ങി വന്നിട്ടുണ്ട്.
ഒരു എഗ്ഗ് എടുത്തിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് അത് അതിൻ്റെ പുറത്ത് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാം. 150 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 45 മിനിറ്റാണ് വെക്കേണ്ടത്. ഇപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചൂടായതിനാൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. ബ്രെഡിനും ബട്ടറിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറുണ്ട്. ഇതുപോലെ വളരെ ഈസിയായി തന്നെ അതിൽ നിന്ന് ഇളകി വരുന്നതാണ്. ഇനി നമുക്കതൊന്ന് ഇതുപോലെ പതുക്കെ ഒന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റും അതുപോലെ ടേസ്റ്റുമാണ്. ജാമൊക്കെ വെച്ചിട്ട് അതല്ലെങ്കിൽ വെറുതെ ഈ മിൽക്കിനോടൊപ്പം കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. എഗ്ഗൊക്കെ ചേർത്തതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ്. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.